നെല്ലിക്കാണോ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ വെള്ളമാണോ? അല്ല നീ വെള്ളമാണോന്ന് ചോദിച്ചേ. നീ വെള്ളമാണോന്ന് അല്ലേ? ഉറപ്പാണോ? എടാ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അത് ചോദിച്ചാ. നിനക്ക് ഒരു പേര് വെക്കാനാണ് നീ 3 വരെ പിറ്റ് വന്നത്. എന്തോ വെള്ള ലാൻസറോ? ഈ സിറ്റിയിൽ എത്ര വെള്ള ലാൻസർ ഉണ്ട് ബ്രോ? പറയട്ടെ. അവൻ വന്ന് ഞങ്ങളെ കൂട്ടത്തിലത്തെ കുറച്ചുപേരെ കൊന്ന്. അതിനാണ് ഞാൻ ഇവനോട് പോയി പേര് ചോദിക്കണത്. വെള്ള ലാൻസറിൽ ഒരുത്തൻ കൊന്നും പറഞ്ഞ് ഇവനെ പറയുന്നതിനാ? പേര് ചോദിക്കാൻ പറയാൻ പറ്റുന്നില്ല. അയ്യോ അവന് പറയാൻ പറ്റത്തില്ലെങ്കിലോ? വെള്ള ലാൻസറിന് ചോപ്പ് ലാൻസറിനോട് ചോദിക്കുന്ന നീ ആരാ? പൊട്ടനാണോ? പേടി ആര്? നിന്നെ പേടിക്കണ? നമുക്ക് അറിഞ്ഞൂടാ. നമ്മള് സാമ്പാറും കരിമീനുമാണ്. അങ്ങോട്ട് മാറി വീണ്ടും വന്നു. പേര് പറയാൻ പേടിയാണ്. അത് പറഞ്ഞത് മറ്റേ പറഞ്ഞുണ്ട് ഇങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞു വെള്ള ലാൻസർ ആണോ നിങ്ങളെന്ത് പറഞ്ഞു? അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മള് ചുമല ലാൻസർ നിൽക്കുമല്ലേ. അത് കേട്ടിട്ടുണ്ട ഇവരാ സൈഡ് പറഞ്ഞു നിനക്ക് ഭയങ്കര കടിയാണല്ലോ. നമ്മളെ പിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവന്മാര് കുറെ പേരുണ്ട് ഇപ്പൊ. നിങ്ങൾ 6 കയ്യിൽ നിന്ന് വന്ന് അടി മേടിച്ചെന്നും പറഞ്ഞ് ഞങ്ങളുടെ ചോദ്യം ചൊറിയുന്നതിനാ? നിങ്ങളുടെ കാര്യം നോക്കി പോരാ. നീയാണ് പറയേണ്ടത്. അല്ല വെയിറ്റ് അവൻ പറയട്ടെ. നീ പറ. നീ നിർത്തി. എടാ നെല്ലിക്ക കേക്കോ? ഡാഞ്ചിയർ സെക്കൻഡ് എടാ കേക്കാവോ? എടാ നീ പറ. ഞാൻ ഈ പുള്ളിനോട് ചോദിച്ചു, എടാ നീ വണ്ടി ലൈക്ക് ഇത് നിന്നോട് ഞാൻ ചോദിച്ചില്ലേ വെള്ള വണ്ടിയാണോന്ന് ചോദിച്ചില്ലേ? അതാ ഞാൻ പറഞ്ഞ. അപ്പൊ നീ എന്തുവാ പറഞ്ഞ? ഞാൻ കളർ മാറ്റി വന്നതാണല്ലേ നീ പറഞ്ഞ? എടാ നമ്മളവിടെ മാറ്റി വന്നതാന്ന് പറഞ്ഞേ. അത് നീ പറഞ്ഞ നിന്റെ ടോൺ ഒന്നും ശരിയായിരുന്നു. ഞാൻ കളിയാക്കുന്ന രീതിക്കാണ് പറഞ്ഞത്. മനസ്സിലായി. അതാണ് സംഭവം. അല്ലാണ്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തീർക്കാം? എന്താ നമ്മള് എടാ നമ്മളിതുപോലെ ഇപ്പൊ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു വെക്കണം. കുറെ നേരം വന്നിട്ട് പിറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് വണ്ടി നിർത്തി ചോദിച്ചു ബ്രോ എന്താണ് പ്രശ്നം, അപ്പൊ വണ്ടിന്ന് ഇറങ്ങി വാണിഫയറിലാണ്ട് അടിച്ചിട്ടാണ്. അപ്പൊ ഈ മിസ്തുബിഷി കണ്ടപ്പോ ഇവൻ നെല്ലിക്ക ഇവനാണെന്ന് പറഞ്ഞ പിറ്റ് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ജസ്റ്റ് വന്നിട്ട് നിർത്തിയിട്ട് ചോദിച്ചു പറഞ്ഞ ഞാൻ കളർ മാറ്റിട്ട് വന്നതാണ്. എടാ ഞാൻ പറഞ്ഞുതരാം. അതാ ഒന്നാമത് ഇവന്മാര് ചുമ്മാ അടക്കുന്നമാരത്തൊന്നും പേര് വെച്ച് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം അവനാണ് ഇങ്ങോട്ടും സംസാരിച്ചത്. അവനെ പറയേണ്ട കാര്യമില്ല. അപ്പം എടാ ആരെങ്കിലും നിങ്ങൾ അടിച്ച ഒരാൾ വന്നിട്ട് പറയാം നിങ്ങളോട് ഞങ്ങൾ അടിച്ചിരുന്നില്ലല്ലോ. ഈ വെള്ള ലാൻസർ നിങ്ങളെ അടിച്ച് നിങ്ങളെ കൊന്ന് അത് നിങ്ങളെ കഴിവില്ലേ? അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ ചോപ്പ് ലാൻസറിനെ വന്നിട്ട് നിങ്ങളാണോ വെള്ള ലാൻസർ എന്ന് ചോദിച്ചാൽ എന്ത് പൊട്ടത്തരാന്ന്? ബുദ്ധിയില്ലായ്മല്ലേ അത്? എടാ നിങ്ങളാണോ ബുദ്ധിയില്ലായ്മയല്ലേ? അത് കഴിഞ്ഞിട്ട് ആ വണ്ടീനെ ചൊറിഞ്ഞ ആ വണ്ടീനെ പിറ്റ് ചെയ്തിട്ട് പിന്നെ നിന്റെ സംസാര രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വള്ളി പിടിക്കും. ഓൾറെഡി നിങ്ങളൊരു വള്ളീന്റെ അടുക്കുന്ന അടി കൊണ്ട് ഇതിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഈ മച്ചാന്റെ പേരെന്താ? അതുമല്ലേ എന്നിട്ട് സംസാരിക്കാൻ മര്യാദക്ക് പറഞ്ഞപ്പം അതിനകത്തിരുന്നോണ്ട് രീതിയില് അതിന്റെ ആവശ്യം അതിന്റെ ആവശ്യം എന്താണ്? അപ്പൊ നിങ്ങള് പറ മനഃപൂർവ്വം ട്രിഗർ ചെയ്യാൻ നോക്കല്ലേ? പറ. അത് കാണുന്ന ഒരുത്തിന് പൊളിയോ ഇല്ലേ സംസാരിക്കാൻ? എടാ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് നോക്കി ബാക്ക് കാണാൻ പറ്റില്ല. ക്ലിയർ ചെയ്ത് അല്ല അവന് എടുക്കാനാണെങ്കിലും ഓക്കെ. അവന്റെ ഇഷ്ടമാണ്. അവൻ വായിലെടുക്കുന്നതാണോ അല്ലെങ്കിൽ പുറത്തെടുക്കുന്നതാണോ അത് നമുക്കറിയണ്ട.
നമ്മള് സംസാരിക്കണം. എടാ നിനക്ക് വല്ലതും എടുക്കാണെങ്കിൽ നേരിട്ടും ചോദിക്കാം. അതായത് ഈ പെണ്ണുങ്ങളെ പോലെ വന്ന് എടുത്തതിന് ശേഷം മറ്റേ ഞാനെല്ലാം അമ്പി കളിക്കല്ലേ എന്ന് പറയല്ലേ. നെല്ലിക്ക നിന്നോടാ നെല്ലിക്ക കേട്ടാ. ഞാനാണല്ലോ വിളിച്ചത്. പിന്നെ ഓക്കെ, എന്നിട്ട് പിന്നെ നീ എന്താ സംസാരിക്കാൻ വിളിച്ചപ്പോ നീ എന്താ പുറത്തിറങ്ങാനത്തെ? ആള് മാറി. എടാ വെയിറ്റ് ആടാ, നിനക്ക് ആള് മാറി. അതിപ്പോ നീ കൺട്രോൾ ഇട്ടപ്പോഴല്ലേ, ജയ്സൺ കൺട്രോൾ ഇട്ടപ്പോഴേ നീ ഇറങ്ങി വന്നത്. അതുവരെ ഞങ്ങൾ വിളിച്ചപ്പോ വരുമെന്നോ? പിന്നെ അല്ല സിറ്റുവേഷൻ ബോട്ട് റെന്റ് എടുക്കുന്ന ലൊക്കേഷൻ എവിടാ? അത് മാപ്പുകളിൽ ഉണ്ടാവല്ലോ. അപ്പൊ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. പലേട്ടലുണ്ട്. അത് മറ്റു ഞാൻ സിറ്റുവേഷനില്ല. ഒരു മിനിറ്റ്. എടാ വെല്ലവന്റെ അഞ്ചാങ്കാല് താങ്ങുന്നവനെ, വെല്ലവന്റെ അഞ്ചാങ്കാല് താങ്ങുന്നവനെ, നീ എന്റെ അടുത്ത് ഒന്ന് മുടയിറക്കല്ലേ? നീ എന്നെ അടിച്ചിട്ടാ പറയുന്നെങ്കിൽ നീ പറയടാ. നീ എന്നെ അടിച്ചിട്ടാ പറയുന്നെങ്കിൽ പറയടാ. എന്നെ അടിച്ചിട്ടാ പറയുന്നെങ്കിൽ പറ കേട്ടാ. നീ വെറുതെ വെല്ലവന്റെ അഞ്ചാങ്കാല് താങ്ങി പിടിച്ചിട്ട് എന്റെ അടുത്ത് കൊളയ്ക്കാൻ പറ്റില്ലേ? അടിച്ചതിന്റെ കരം തല്ലി പൊട്ടിക്കാൻ. കടയും കയറുന്നു. അടിച്ചു പോയേക്കും വരെ. വിളിച്ചൊരു കേസ് കൂടെ നീ മനസ്സിലാക്കണം. അവൻ അവിടെ ഇരുന്നോണ്ട് ജൂണ ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് നിങ്ങളോടായിട്ട് ഒരു പ്രശ്നമില്ല. ഇവൻ മാത്രമാണ് ഈ ഇടയ്ക്ക് ഇറങ്ങി കുണയ്ക്കുന്നത്. കേട്ടല്ലോ നിങ്ങളിപ്പോ തന്നെ. എടാ ഇവിടെ ജെയ്സൺ PRX എന്ന് പറഞ്ഞ് നീ നിന്നോട് സംസാരിച്ച് ഞങ്ങൾ വല്ല മിണ്ടിയോ? നിങ്ങൾ കേട്ടോണ്ടിരിക്കല്ലേ? നിങ്ങൾ കേൾക്കാതിരിക്കുന്നൊന്നുമില്ലല്ലോ. നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ ഇപ്പൊ അടിച്ചു വന്ന് കണ്ടല്ലോ നിങ്ങള്. അവനാണ് വേറെ സിറ്റിലെ കാര്യം കൂടെ വലിച്ചിട്ടത്. ഞങ്ങളല്ല. ഞങ്ങളിവിടെ മര്യാദയ്ക്ക് സംസാരിച്ച് നോക്കൊണ്ടിരിക്കുമ്പോ അവന് ഇവിടെ ഒന്നുകൂടി പറഞ്ഞേക്കാം അവനോട്. ഇനി അടിച്ചിട്ട് പറഞ്ഞേക്കാം. എവിടെ കണ്ടാലും അടിച്ചിട്ട് പറഞ്ഞേക്കാം അവനോട്. വായൊന്നും നോക്കിക്കാൻ പറഞ്ഞേക്കാനോട്. വണ്ടി എടുക്കാം.